പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം എൻ്റെ 4-ാമത്തെ വാക്യം. യോഹന്നാൻ വന്നു മരുഭൂമിയിൽ സ്നാനം കഴിപ്പിച്ചു, പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ്. യോഹന്നാൻ വന്ന് മരുഭൂമിയിൽ സ്നാനം കഴിപ്പിച്ചു, പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചു കൊണ്ടിരുന്നു. ലോകമെമ്പാടുമുള്ള ജനം ഈ വചനം വായിച്ചിട്ടും ഇന്ന് അത് മനസ്സിലാകാത്തത് കൊണ്ടായിരിക്കാം പലരും യോഹന്നാൻ പറയപ്പെട്ട ദൈവവചനത്തെ പുറംകാലുകൊണ്ട് തള്ളിക്കളഞ്ഞ് തുടർന്ന് യേശു ക്രിസ്തു ആ കാലഘട്ടത്തിൽ വന്ന് ഈ കാലഘട്ടത്തിലെ ജനത്തിന് മാനസാന്തരം ആവശ്യമാണ്, സ്നാനമാണ് ആവശ്യമാണെന്ന് പറഞ്ഞിട്ടും അവയെ പോലും ഗണ്യമാക്കാതെ കടന്നു പോകുന്ന വലിയ ജനസമൂഹത്തിന്റെ നടുവിൽ ഈ വചനത്തിന്റെ പ്രശസ്തി ഹല്ലേലൂയ നാം മനസ്സിലാക്കണം. രക്തം ചെയ്യും. അപ്പൊ യോഹന്നാന്റെ സ്നാനം എന്ന് പറയുന്നത് പാപങ്ങളുടെ മോചനത്തിനായുള്ള മാനസാന്തര സ്നാനമായിരുന്നു എന്നാണ് മർക്കോസ് രേഖപ്പെടുത്തുന്നത്. മാനസാന്തരം എന്നാൽ പാപങ്ങളെക്കുറിച്ച് ദുഃഖിക്കുന്നു എന്ന് മാത്രമല്ല, പാപത്തിൽ നിന്നും പിന്തിരിയുന്നതിന്റെ ഒരടയാളമാണ്. ഹല്ലേലൂയ. പാപത്തെക്കുറിച്ച് ദുഃഖിച്ചാൽ പോരാ, പാപത്തിന് പിന്തിരിയുവാൻ കഴിയണം. എങ്കിൽ മാത്രമേ മാനസാന്തരം എന്ന് പറയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുള്ളൂ. പലരും പാപത്തെക്കുറിച്ച് ദുഃഖിക്കുന്നുണ്ടെങ്കിലും ആ പാപത്തെ പിന്തിരിയുവാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് വീണ്ടും മനുഷ്യൻ പഴയ രീതിയിലേക്ക് പോകുന്നത്. ഹല്ലേലൂയ. പരീശന്മാരും സദൂക്യരും തങ്ങൾ അനുതപിക്കുന്നു എന്ന് പറയുകയും അവർ തങ്ങളെ പഴയ പാപജീവിതം തുടരുകയും ചെയ്യുന്നു എന്നാണ് നമുക്ക് ദൈവവചനം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അവർ അല്ലെങ്കിൽ സ്തോത്രം, അവർ വളരെ തന്ത്രശാലികളാണ് ഈ പരീശന്മാരും സദൂക്യരും. അവർ അനുതപിക്കും പാപത്തെക്കുറിച്ച്, പക്ഷേ അവർ വീണ്ടും ആ പാപജീവിതത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ അനുതാപത്തിന്റെ തെളിവ് എന്താണെന്നാണ് ഇവിടെ യോഹന്നാൻ ചോദിക്കുന്നത്. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുക. ഹല്ലേലൂയ. വിശ്വാസം പ്രവൃത്തിയിലൂടെ തെളിയിക്കുന്നത് പോലെ ഹല്ലേലൂയ അനുതാപത്തിന്റെ തെളിവ് പാപത്തിൽ നിന്ന് പിന്തിരിയുന്നതാണ്. മറിച്ചാണെങ്കിൽ നമ്മുടെ മാനസാന്തരം കാപട്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്യണം? മാനസാന്തരം പ്രായോഗിക ജീവിതത്തിലൂടെ കാണിക്കണം, അല്ലെങ്കിൽ അത് കാപട്യത്തിന്റെ തെളിവ്. ഹല്ലേലൂയ. അപ്പൊ യഹൂദ നേതാക്കന്മാർ ദുരഭിമാനികളായിരുന്നു. യഹൂദരെ അഥവാ ജാതികളെ അവർ പുച്ഛിച്ചു തള്ളി. ഹല്ലേലൂയ. അവർ തങ്ങളോട് തന്നെ പറഞ്ഞു, ഞങ്ങൾ ഒന്നാമത്തെ യഹൂദനായിരുന്ന അബ്രഹാമിന്റെ സന്തതികൾ, ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 12:1 തൊട്ട് വായിക്കും കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അബ്രഹാമിനെ ദൈവം കൽദയ പട്ടണം അയക്കുന്നു, വീട്ടിൽ വിളിച്ച് വേർതിരിച്ചു കൊണ്ടുവരുന്നു, അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അവരിത് പറയുന്നത്. അതിനാൽ ഞങ്ങൾ മറ്റുള്ളവരിൽ നിന്നും വിഭിന്നമാണ്, ഞങ്ങൾക്ക് ദൈവമുമ്പാകെ കൃപ ലഭിച്ചു എന്ന് ഹല്ലേലൂയ പരീശന്മാരും ഹല്ലേലൂയ അന്നത്തെ ഹല്ലേലൂയ സാദൂക്യരും പറയുമായിരുന്നു. മറ്റുള്ള ജാതികളെ അവർ പുച്ഛിച്ചു തള്ളി. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സഹോദരൻ എന്നെ വിദേശത്ത് വിളിച്ചു. ഹല്ലേലൂയ. ഞങ്ങൾ കുറച്ച് നാളുകളായി പരിചയമായിട്ട് അങ്ങനെ വിളിച്ചു കൂട്ടത്തിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ നാട്ടിൽ ചെല്ലുമ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കും, പാപ്പച്ചനോട് നീ എന്തിനാണ് മിണ്ടുന്നത്? അവൻ പെന്തക്കോസുകാരനല്ലേ, അവനുമായിട്ടുള്ള സംസർഗം നിർത്തിയേരെ. അപ്പൊ ഞാനത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പം യഹൂദന്മാരും പരീശന്മാരും സദൂക്യരെ പോലെ തന്നെ ഇന്നും മറ്റുള്ളവരെ പുച്ഛിച്ചു തള്ളുന്ന ഒരു കൂട്ടം യഹൂദന്മാരുണ്ട്. ആ ഒരു ഗണത്തിൽപ്പെട്ടവരാണല്ലോ അങ്ങനെ പറഞ്ഞതെന്ന് ഞാനത് പറഞ്ഞ് തിരുത്തി കൊടുത്തു. അത് എന്നെ കേൾക്കുന്ന പ്രശ്നയ്ക്കതാണ്. ഹല്ലേലൂയ. യഹൂദന്മാരും ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സദൂക്യരും അന്നത്തെ യഹൂദ ഇതര ജനത്തെ അഥവാ ജാതികളെ പുച്ഛിച്ചു തള്ളിയതുപോലെ നിങ്ങൾ ഈ കാലഘട്ടത്തിൽ ദൈവസഭയെ, ദൈവമക്കളെ എത്രമാത്രം പുച്ഛിച്ചു തള്ളിയാലും ദൈവത്തിന്റെ വാഗ്ദത്ത സന്തതി വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ്. വിശ്വാസത്താൽ കർത്താവിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് മാനസാന്തര സ്നാനം സ്വീകരിച്ച് അത് പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരുന്നവരാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ പാരമ്പര്യം പറഞ്ഞ് അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം ഞങ്ങളുടെ ദൈവമാണ്, ഞങ്ങൾക്ക് കൃപ ലഭിച്ചുവെന്ന് നിങ്ങൾ വാതോരാതെ പറയും. നിങ്ങൾ പാപത്തെക്കുറിച്ച് അനുദപിക്കുകയും പാപത്തിന് പരിഹാരം പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരാതെ ഒരുവിധ കാപട്യമായ അഭിനയം നിങ്ങൾ നയിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഭയാനകമായ ശിക്ഷയായിരിക്കും. ഹല്ലേലൂയ. എന്നാൽ യോഹന്നാൻ മുന്നറിയിപ്പ് നൽകിയത് എന്താണ്? ജഡത്തിൽ അബ്രഹാമിന്റെ സന്തതിയെ ദൈവം പ്രധാനമായി കരുതിയിരുന്നില്ല. ഒന്നാമത്തെ മനുഷ്യനെ ദൈവം നിലത്തെ പൊടികൊണ്ട് ഉണ്ടാക്കിയതുപോലെ ദൈവത്തിന് കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് സന്തതികളെ ഉളവാക്കാൻ കഴിയും എന്നാണ് ഇവിടെ യോഹന്നാൻ പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ.
ഒരു മനുഷ്യൻ ഹൃദയത്തിലാണ് തൻ്റെ പാപത്തിന്റെ പരിഹാരം എന്ന് പറയുന്ന ശുദ്ധീകരണം നടത്തേണ്ടത്. പുറമേ നമ്മുടെ ജഡത്തിന്റെ അഴുക്ക് കഴുകിക്കളഞ്ഞതുകൊണ്ട്, ജഡത്തിന്റെ അശുദ്ധി നീക്കിക്കളഞ്ഞതുകൊണ്ട്, വില കൂടിയ സോപ്പ് ഇട്ട് കുളിച്ചാലോ, വില കൂടി വസ്ത്രം ധരിച്ചാലോ, ഏറ്റവും വില കൂടിയ പെർഫ്യൂം നിങ്ങൾ അടിച്ചതുകൊണ്ടാവും നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുന്നില്ല. പാപപരിഹാരം കർത്താവായ യേശു ക്രിസ്തുവിനോട് തന്നെ ഏറ്റുപറഞ്ഞ് പാപത്തിന്റെ പരിഹാരമായിരിക്കുന്ന അത് നിങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ വെളിപ്പെടുമ്പോഴാണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ മാനസാന്തരം നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്നത്. ഹല്ലേലൂയ. മനുഷ്യന്റെ ഹൃദയത്തിലാണ് ആ മാറ്റം സംഭവിക്കേണ്ടത്. രക്തചയം. ഹല്ലേലൂയ. അല്ലാതെ ജഡത്തിലല്ല. പരീശന്മാരും സദുക്യരും ജഡത്തിൽ അബ്രഹാമിന്റെ സന്തതി ആയിരുന്നെങ്കിലും ദൈവദൃഷ്ടിയിൽ അവർ യഹൂദന്മാർ അല്ലായിരുന്നു. ഹല്ലേലൂയ. പരീശരും സദുക്യരും ആരാണ്? അബ്രഹാമിന്റെ സന്തതികളാണ്. പക്ഷേ സത്യത്തിൽ നമ്മൾ ചിന്തിച്ചാൽ അവർക്ക് സ്തോത്രം, അവർ യഹൂദന്മാരല്ലായിരുന്നു. ഹൃദയത്തിൽ അവർക്ക് നീതിയില്ലായിരുന്നു എന്നാണ് നമ്മൾ പഠിക്കുന്നത്. സത്യ യഹൂദൻ അഥവാ ദൈവ ഇഷ്ടം ചെയ്യുന്നവനും ദൈവത്തിന്റെ ഏകപുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ചവനുമാണ് യഥാർത്ഥ സത്യത്തിലുള്ള യഹൂദൻ. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ പുതിയ നിയമസഭ ഈ ലോകത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ ഉയർത്തുമ്പോൾ ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതി എന്ന് പറഞ്ഞ് ഞങ്ങൾ അഹങ്കരിക്കാതെ കർത്താവായ യേശു ക്രിസ്തുവിടെ വീണ്ടെടുപ്പ് പ്രാപിച്ച് പാപത്തെക്കുറിച്ച് അനുദപിക്കുകയല്ല, അവ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ച്ചുകൊണ്ട് ഒരു കൂട്ടം ജനം ദൈവത്തെ ആരാധിക്കുന്നു. അതാണ് വിശ്വാസ സമൂഹം, അതാണ് വിശ്വാസികൾ. അവരിലാണ് ദൈവം പ്രസാദിക്കുന്നത്. ഹല്ലേലൂയ. അല്ലാതെ മറ്റുള്ളവനെ അലിയെ പുച്ഛിച്ച് തള്ളിക്കളയുന്ന നിങ്ങളുടെ ഇന്നത്തെ ജീവിതം പഴയ ആ അനുഭവത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, താങ്കൾ മടങ്ങി വരാൻ സമയമായി. കർത്താവിന്റെ വരവേറ്റവും ആസന്നമായിരിക്കുന്ന കാലഘട്ടത്തിൽ താങ്കൾക്ക് തന്നിരിക്കുന്ന സമയം നഷ്ടപ്പെടുത്തി കളയാതെ അത് ഫലപ്രയോജനകരമാക്കി മാറ്റണം. രക്തജയം. ലോകം മുഴുവൻ ക്രൈസ്തവ പീഡനം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശം വരെ ഏറ്റവും ആസന്നമായിരിക്കുമ്പോൾ, ദൈവവചന പൂർത്തീകരണങ്ങൾ ദൈവവചനത്തിന്റെ പ്രവർത്തനങ്ങളെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് നിങ്ങൾ പഴയ പരീശന്റെ സദുക്കിന്റെ അനുഭവത്തിൽ ഞങ്ങളാണ് അബ്രഹാമിന്റെ സന്തതികൾ എന്ന് പറഞ്ഞ് നിങ്ങൾ വാദോരാതെ മറ്റുള്ളവരെ പുച്ഛിച്ച് തള്ളുന്നുണ്ടെങ്കിൽ ഓർത്തോണം, നിങ്ങൾ ഒരിക്കൽ തള്ളപ്പെട്ടു പോകും. നിങ്ങൾ പുച്ഛിച്ച് തള്ളിയവരൊക്കെ സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് പുത്രൻ യേശുവിന്റെ വലത്തുഭാഗത്തിരിക്കുമ്പോൾ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് നിങ്ങൾ വാദോരാതെ പാപത്തെ കുറിച്ച് അനുദപിച്ച് അത് ഏറ്റുപറയാതെ ആ പാപത്തെ തന്നെ ജീവിക്കുന്ന ശ്രോതാവേ, നിന്റെ ജീവിതം എത്ര ഭയാനകമാണ്. ഇന്ന് പകൽ മടങ്ങി വരുവാൻ ദൈവം നിനക്കൊരു അവസരം തരിക. ദൈവത്തിന്റെ ഏകപുത്രനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ച് നിന്റെ പാപം ഏറ്റുപറഞ്ഞ് ഹൃദയത്തിനകത്ത് അത് വെളിപ്പെട്ടിട്ട് അതിന്റെ പ്രായോഗിക ജീവിതത്തിൽ നീ വെളിപ്പെടുത്തണം. ഹല്ലേലൂയ. അല്ലാതെ മനുഷ്യനെ ബോധിപ്പിക്കുകയോ മനുഷ്യനെ കാണിപ്പിക്കുകയോ മനുഷ്യന്റെ മുമ്പിൽ അവതരിപ്പിച്ച് കാണിക്കുന്ന ഒരുവിധം കാപട്യ നാടകമാകരുത് ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത്. ക്രൈസ്തവ ജീവിതം കർത്താവിനോട് ചേർന്ന ക്രൂശിനോട് ചേർന്നുള്ളതാണ്. അവൻ കാൽവരിയിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട അവന്റെ രക്തത്താൽ ലഭിച്ച വീണ്ടെടുപ്പ് നീ ഞാനും മറന്നു പോകരുത്. അധികം സമയമില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. അതുകൊണ്ട് എന്താണ് യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചു. മാനസാന്തര സ്നാനത്തെക്കുറിച്ച് പ്രസംഗിച്ചതുപോലെ ഞങ്ങൾ ഈ വചനം പ്രസംഗി നീ മാനസാന്തരപ്പെട്ട് മടങ്ങുക. ദൈവം നിനക്കായി ഒരിക്കൽ നിത്യ പർദീസിൽ നീ കാണണം. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കർത്താവി ജനത്തിന്റെ ഹൃദയങ്ങളിൽ അത്ഭുതമായി തീരുവാൻ ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവി ഹൃദയത്തിന് ശുദ്ധീകരണം വരുത്തി മാനസാന്തരപ്പെട്ട് മാനസാന്തരത്തിന്റെ യോഗ്യമായ ഫലം കായ്ച്ചുകൊണ്ട് കർത്താവിന്റെ വരവിന് വേണ്ടി ഏകപുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് പാപങ്ങൾക്ക് പരിഹാരം വരുത്തി വിശുദ്ധ ജീവിതം ഈ പഞ്ചായത്തിൽ ഒരുക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.